ചെയ്യാൻ പറ്റൂല, അതായത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റൂല. അതായത് അത് കേരള സർക്കാർ കൊണ്ടുവന്നതല്ല, സുപ്രീം കോടതി ഇന്ത്യൻ ലോയിലുള്ള സാധനം എങ്ങനെയാണ് സതീഷ് അണ്ണ നിങ്ങൾ മാറ്റിയെടുക്കണേ? ഭരണം കിട്ടി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റണെങ്ങനെ? അതിന് ഒരുപാട് നിയമങ്ങളുണ്ട്, പല കാര്യങ്ങളും വണ്ടിക്കുള്ളത് ഇന്ത്യൻ ലോ, അതായത് സുപ്രീം കോടതി വരെയും വിധിച്ച കാര്യങ്ങളാണ് ഇത്. ഇതെങ്ങനെയാണ് മാറ്റിയെടുക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു യൂത്തന്മാരെ പിടിക്കാനുള്ള ഒരു പ്രസ്താവനയായിട്ട് നമ്മുടെ അണ്ണൻ ഇറങ്ങിയിട്ട്. അണ്ണൻ പിന്നെ വാ തുറക്കുമ്പോൾ സത്യം വീഡിയോ കാണാൻ തോന്നൂല. കാര്യം നല്ല മനുഷ്യനൊക്കെ ആണെങ്കിലും വാ തുറക്കുന്നത് മൊത്തം നോണ പറയണ കാരണമുണ്ട് ഒന്നും വിശ്വസിക്കും. കാരണം പുള്ളിയുടെ അത് വിശ്വസിച്ച് ഇപ്പത്തേക്ക് തിരിയുമ്പോൾ അടുത്തത് വരും. അപ്പൊ ഇദ്ദേഹം ഈ പറഞ്ഞൊരു കാര്യം, മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ. കാറുകൾക്കൊക്കെ ഇപ്പൊ മോഡിഫിക്കേഷൻ പറ്റും, വീഡിയോ സർക്കാർ വന്നു കഴിഞ്ഞാൽ പറ്റും എന്നുള്ള രീതിയിൽ ഒരു കാർഡ് കണ്ടിരുന്നു. ഞങ്ങളത് മാനിഫെസ്റ്റോയിൽ ഞങ്ങളത് ഒരിക്കലും ഇതിനെ വിമർശിക്കുന്നതല്ല കേട്ടോ. ഞാൻ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർ വരെ വോട്ട് ചെയ്യട്ടെ, ചെയ്യാത്തവർ ചെയ്യണ്ട എന്ന് ചിന്തിക്കാം. ഇനിയിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓരോ മണിക്കൂറുകളിൽ ഇങ്ങനെ മാറ്റി മാറ്റി, അതായത് വെറുതെ തോന്നുന്നത് മൊത്തം പറഞ്ഞ് ഈ കേരളത്തിലുള്ളവർ എല്ലാവരും വിഡ്ഢികളാണെന്നാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ കൈവെള്ളയിലാണെന്ന് പറയണം, ഒന്ന് സെർച്ച് ചെയ്ത് കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ. അതായത് ഇത് ഈ സുപ്രീം കോടതിയും നമ്മുടെ ഇന്ത്യൻ ലോയിലുള്ള സാധനം എങ്ങനെയാണ് ഒരു കേരള സ്റ്റേറ്റ്മെന്റിൽ ഒരു ഭരണത്തിൽ വന്നാൽ എങ്ങനെ മാറ്റിത്തിരിക്കുമെന്ന് എനിക്കറിയില്ല. മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതിപ്പോ നമ്മുടെ MLA ഗണേശനാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ കളറാക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കൊക്കെ വരുന്നുണ്ടില്ല. അപ്പൊ ഏകദേശം ഞാൻ പറയുന്നത് മൊത്തത്തിൽ മോഡിഫിക്കേഷൻ എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് ഇന്ത്യൻ ലോനെതിരായിട്ട് എങ്ങനെയാണ് മാറ്റി കുറിക്കുക? നമ്മുടെ സംസ്ഥാനം മാത്രം ഇന്ത്യയുടെ ഇത് ഭരണം ബേസിക് എനിക്കിപ്പോഴും മനസ്സിലായി. എനിക്കൊരു കാര്യം പറയാനുള്ളത് കേട്ടു, വേണ്ട ആവശ്യമില്ല, ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് വേണ്ട, ഈ ചർച്ച വേണ്ട, ഒന്നും വേണ്ട, ആവശ്യമില്ല. സഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ, സഭയിലൊക്കെ ചർച്ച കഴിഞ്ഞാണ്. എല്ലാ ദിവസവും എന്തിനാ ചർച്ച?